ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ശ്രീവരാഹം ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു വന്ന ശ്രീമാൻ ബി ഹരികുമാറാണ്. അദ്ദേഹത്തിനോട് നമുക്ക് ആ വാർഡിൽ ഇതുവരെയുള്ള വികസനങ്ങൾ എന്താണെന്ന് നമുക്ക് ചോദിക്കാം. സ്വാഗതം സർ. സ്വാഗതം. ശ്രീ, താങ്കൾ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി ഉപതെരഞ്ഞെടുപ്പിലൂടെ? ഞാൻ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം 4 മാസം ആവാറാവുകയാണ്. 4ാമത്തെ മാസത്തിലേക്ക് കിടക്കുകയാണ്. ഇതൊരു കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അതെ. അപ്പൊ ഇതുവരെ, അതായത് താങ്കളുടെ മുൻപിലിരുന്ന് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് വരുന്ന താങ്കൾ ചെയ്ത ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് വിശദീകരിക്കാം. അദ്ദേഹം നേരത്തെ ഇരുന്ന നമ്മുടെ മുൻ കൗൺസിലർ, എൻ്റെ ഗുരുനാഥനുമായ അദ്ദേഹം തുടങ്ങി വെച്ച ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഇപ്പം എൻ്റെ വാർഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ താവലോട് റെസിഡൻസ് അസോസിയേഷൻ്റെ വരുന്ന ആ പ്രദേശത്തെ റോഡ് താവലോട് മുതൽ കളത്തുളമ്പ് ജംഗ്ഷൻ വരെയും അവിടെ നിന്ന് ശ്രീനഗർ വരെ ഉള്ള ഇൻ്റർലാക്കിൻ്റെ റോഡിൻ്റെ ടാറിങ്ങും എല്ലാം പൂർത്തീകരിക്കുകയും അത് നഗരസഭയിൽ ചെന്നതിന് ശേഷം കിട്ടിയ വർക്കാണ്. ആ വർക്ക് പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് മുക്കോലക്കൽ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് തൊട്ട് നമ്മുടെ GK ഗാർഡൻ, ജി കുട്ടപ്പൻ, അദ്ദേഹം മുൻ മേയറായിരുന്നു, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന GK ഗാർഡൻസ് വരെയുള്ള ഓട ക്ലിയർ ചെയ്തു. ആ ഓട ക്ലിയർ ചെയ്തോടെ നമ്മുടെ പ്രദേശത്തിൻ്റെ വെള്ളക്കെട്ടിനൊരു വലിയ പരിഹാരം കാണാൻ കഴിഞ്ഞു. അതിനുപരി നമ്മുടെ ബഹുമാന്യനായ MLA ഫണ്ടിൽ നിന്നും പൈസ അനുവദിക്കുകയും കനാൽ എന്ന് വെച്ചാൽ നമ്മുടെ കരിത്തോടിൻ്റെ കനാലിൻ്റെ ചെളിയും പോളകളും ഒക്കെ മാറ്റി ഇപ്പം നമ്മളെ വാർഡിൽ വെള്ളക്കെട്ടിന് 100% പരിഹാരമായി എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായൊരു വാർഡായിരുന്നല്ലോ. അതെ. പ്രത്യേകിച്ച് ഈ വെള്ളക്കെട്ടിന് നമുക്കൊരു യാത്ര ചെയ്യാൻ സമയത്ത് പറ്റാത്ത ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു. ആ ശിവരാഹം അങ്ങോട്ട് കയറുന്ന ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു. അതൊക്കെ ഏതാണ്ടൊക്കെ മാറിയിട്ടുണ്ട്. ഏതാണ്ടെന്ന് വെച്ചാൽ 99% നമ്മുടെ റോഡുകളെല്ലാം ടാർ. അതിൻ്റെ ഉദാഹരണമാണ് ആനപ്പാതയിൽ നിന്ന് സുഭാഷ് നഗറിൽ പോകുന്നത് ടാർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരാഹനഗർ എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട്. ആ വരാഹനഗറിൽ വെള്ളക്കെട്ടായിരുന്നു, അത് പരിഹരിച്ചിട്ടുണ്ട്. അവിടുത്തെ റോഡിൻ്റെ ടാറിങ് ഏതാണ്ട് ഈ മാസം ലാസ്റ്റോടെ അത് പ്രാബല്യത്തിൽ വരും. അതിന് ടെൻഡറായിട്ടുണ്ട്, കൊട്ടേഷനായിട്ടുണ്ട്. അതിന് വർക്കെടുക്കാനായിട്ട് ഒരു വ്യക്തി എടുത്തിട്ടുണ്ട്. അത് ഈ മാസം തന്നെ അതിൽ നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ റീസെറ്റിങ്ങിനുള്ള വർക്ക് നമ്മൾ എഴുതി കൊടുത്തിരുന്നു. അതും ബഹുമാനപ്പെട്ട നഗരസഭ നമുക്കത് എത്തുന്നത്. ബഹുമാനപ്പെട്ട മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും അതിന് നന്ദിയും കടപ്പാടും ശിവരാം വാർഡിൽ കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. ആ വർക്കുകൾ റീടെൻഡർ ഉടനെ തന്നെ ചെയ്ത് ഇൻ്റർലോക്കുകളെല്ലാം പൂർത്തീകരിക്കാൻ. ഈ ഗ്യാസിൻ്റെ ഇതിൽ വന്നതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കുഴികൾ, അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാടടുത്ത് കുഴികൾ ഇങ്ങനെ വരാനുള്ള മെയിൻ കാരണം ഗ്യാസ് പൈപ്പ് ഇട്ടിട്ട് പോയിട്ട് അവർ തിരിച്ചത് ഇൻ്റർലോക്ക് ഇടാതെ പോയാൽ അതെല്ലാം പൂർത്തീകരിക്കാൻ ഇപ്പോൾ ഒരു 99% പരിഹരിച്ചിട്ടുണ്ട്. ശിവരാം വാർഡ് ഇപ്പം ഏതാണ്ട് നഗരത്തിൽ 100 വാർഡിൽ കൂടെ ഒന്നാമതെത്തി എന്ന് വിശ്വസിക്കുന്ന ഒരു വാർഡ് മെമ്പറാണ്. കാരണം ഹൈവേയുമായിട്ട് കണക്ട് ചെയ്ത റോഡാണ്. അതെ. ധാരാളം ഞങ്ങളൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന സംഭവം. അപ്പോൾ അവിടെ ഇനി വേസ്റ്റ് മാനേജ്മെന്റിന്റെ വിഷയം എന്താ? അവിടെ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ നമുക്ക് ഹരിതകർമ്മ സേനയുണ്ട്. അവർ വളരെ കൃത്യമായിട്ട് എൻ്റെ വാർഡിനെ സംബന്ധിച്ച് ഞാൻ ഈ 4 മാസം കൊണ്ട് എൻ്റെ സഹോദരിമാരെ വളരെ കൃത്യമായിട്ട് എല്ലാ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുത്ത് കൃത്യസമയത്ത് തന്നെ അവർ വേസ്റ്റ് അവിടെ നിന്ന് മാറ്റുകയും അതിൻ്റെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൃത്യമായി മാറ്റുകയും ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഹരിത വാർഡായി എൻ്റെ വാർഡിനെ കൊണ്ടുപോകാൻ ഇന്ന് വരെ കഴിഞ്ഞു എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആരോഗ്യ മേഖലയിൽ എങ്ങനെയാണ് അവിടെ ക്ലിനിക്കോ അങ്ങനെയുള്ള? ആരോഗ്യ മേഖലയിൽ അവിടെ ഒരു നമുക്ക് സിദ്ധ ഹോസ്പിറ്റൽ ശിവരാം വാർഡിലാണ്. ഇന്ന് ശരിക്കും കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് പോലും ഇന്ന് നമ്മളെ സിദ്ധ ആശുപത്രി അന്വേഷിച്ച് വരുന്നത് അത് ശിവരാമത്തിന് വാർഡിൻ്റെ ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. കാരണം പല ജില്ലയിൽ നിന്നും ഇന്ന് സിദ്ധ അവിടെ പ്രവർത്തിക്കുന്നു. അതിനുപരി ഒരു ഹോമിയോ സെൻ്ററുണ്ട്. ഹോമിയോയിലും നല്ല രീതിയിൽ പേഷ്യൻസ് വരുന്നുണ്ട്. അതിന് പുറമെ നമുക്കവിടെ പിന്നെ 2 അംഗനവാടികളുണ്ട്. പിന്നെ ഇപ്പോൾ കോർപ്പറേഷനിൽ ഇപ്പം വന്നിട്ടൊരു കമ്മ്യൂണിറ്റി ഹാൾ കിട്ടുന്നുണ്ട്. സാധാരണക്കാരനുള്ള ചെറിയ ചെറിയ പാർട്ടിയും ഇതൊക്കെ നടക്കാൻ അതിൻ്റെ ഒരു 99% പൂർത്തീകരിച്ചു. ഇനി ശകലം കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനം ഉടനെ ബഹുമാനപ്പെട്ട മേയറും ഡെപ്യൂട്ടി മേയർ PK രാജു എല്ലാം കൂടെ ആലോചിച്ചുണ്ടായത് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. നമസ്കാരം, ജനസമക്ഷം ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ. ഞങ്ങളോടൊപ്പം ഹരികുമാർ ഉണ്ട്. ബി ഹരികുമാർ, നിങ്ങളുടെ കൗൺസിലർ.
അപ്പോൾ വാർഡിൽ ഇനി ആവശ്യമുള്ള വികസനങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ സംസാരിച്ചോളൂ. ഹലോ, വിളിച്ചോളൂ. ഹലോ. നമ്മുടെ വാർഡിന്റെ വികസനത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. വാർഡിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഉണ്ടായിരുന്ന ഒരു കാര്യം, മഴ സമയത്ത് ഈ മണക്കാട് തൊട്ട് ഇങ്ങോട്ട് വരുന്ന വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് നമുക്ക് വേണ്ടത് കരിത്തോട് വൃത്തിയാക്കുക എന്നുള്ളതാണ്. കരിത്തോടിന്റെ പ്രശ്നം, കരിത്തോട് നേരത്തെ പോലെ JCB ഇറക്കി ക്ലീൻ ചെയ്യാൻ പറ്റില്ല. വീതിയൊക്കെ കുറഞ്ഞപ്പോൾ കരിത്തോട് ആളിറങ്ങി വൃത്തിയാക്കണമായിരുന്നു. അതിപ്പോ ഒരു പരിധിവരെ ഡോൺസിൽ ചെയ്തിട്ടുണ്ട്. അത് സ്ഥിരമായ ഒരു സംവിധാനമായി വന്നാൽ മാത്രമേ ഈ വെള്ളക്കെട്ടല്ല മഴക്കാലത്ത് ഇതിനകത്ത് വെള്ളം കെട്ടാതിരിക്കുകയുള്ളൂ. അതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഈ വാർഡിലാകെ വെള്ളക്കെട്ടുണ്ടാകുന്നത് കരുത്തോടെ കൂടി വെള്ളം ഒഴുകി പോകാത്തതുകൊണ്ടാണ്. അത് ഇപ്പൊ ചെയ്തതുപോലെ എല്ലാ തവണയും കൃത്യമായി ചെയ്താൽ വെള്ളക്കെട്ട് അവസാനിക്കും. അതുപോലെ തന്നെ കരുത്തോടിലേക്ക് വന്ന് ചേർന്ന ഓട, അത് മണക്കാട് നിന്ന് വരുന്ന വെള്ളം വരുന്ന ആ ഓട നേരെ മുക്കാലക്കൽ ക്ഷേത്രത്തിന്റെ അവിടെ തുടങ്ങി കരുത്തോടിലേക്ക് വരുന്നത്, അതും എപ്പോഴും വൃത്തിയായി ചെയ്താൽ നന്നായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളപ്പൊക്കത്തിന്റെ വിഷയമാണ് ഇവിടെ അനുഭവിച്ചു വരുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഡ്രൈനേജ് ആണ്. ആ ഡ്രൈനേജ് വാർഡിന്റെ പകുതിയുള്ള ഭാഗത്തുണ്ട്. അത് കുറച്ചുകൂടി വലുതായിട്ട് എല്ലായിടത്തും ആക്കാൻ പറ്റിയ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ റോഡുകളൊക്കെ ഇപ്പോ ഹരികുമാർ വന്നതിന് ശേഷം എല്ലാ റോഡും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചെറിയ മുടുക്കൾ ഉൾപ്പെടെ എല്ലാം ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടിലെ പരിസരത്തുള്ള ലൈറ്റിൽ കൂടെ എന്റെ ലൈറ്റ് കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഈ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും താങ്കൾക്ക് ഇനി പറയാനുണ്ടോ? നിർദ്ദേശങ്ങൾ പറയാനുള്ളത്, ഈ നേഴ്സറി കോർപ്പറേഷന്റെ നേഴ്സറി സ്കൂളുണ്ട്. ആ നേഴ്സറി സ്കൂള് ഞാൻ പഠിച്ചത് ആ നേഴ്സറി സ്കൂളിലാണ്. എനിക്ക് 55 വർഷത്തെ പഴക്കം വരും ആ നേഴ്സറി സ്കൂളിൽ. അതുകൂടി അത് പൊളിച്ചു കളഞ്ഞിട്ട് അത് നിലവിലുള്ള തുടർ വിദ്യാ കേന്ദ്രത്തിന്റെ കൂടി ചേർന്നിട്ട് ഒരു പുതിയ ബിൽഡിംഗ് പണിത് അവിടെ നേഴ്സറി സ്കൂളും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഇതാണ് ഒരു നിർദ്ദേശമായിട്ട് കൂടി എനിക്ക് പറയാനുള്ളത്. വേറൊന്നുമില്ലല്ലോ താങ്കൾക്ക്? വേറെ കാര്യം കൂടി ഉണ്ട്. അത് ഈ പിന്നെ തെക്കനാങ്കര ഓടയില് മറുതാക്കോലിന്റെ അവിടെ കുറെ ആളുകൾ താമസിക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ, വളരെ പഴക്കമുള്ള ഒരു ചെറിയ നടപ്പാത മാത്രമുള്ള ഒരു പാലം, അത് കാറ് പോകുന്ന രീതിയിൽ ഒരു പാലം കൂടി കെട്ടിയാൽ അവിടെ ഉള്ളവർക്ക് പോകാൻ വേണ്ടി വളരെ സൗകര്യമായിരിക്കും. ഇത് എത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സർ, താങ്ക് യു സർ. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. Hello, I'm Dr. Rehna, Alpha Hill Skin and Hair Clinic. നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തിയോൺ IV ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്, കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടി വുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ, പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം.
യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ 100 വാർഡുകളിൽ ഇവിടെ മാത്രമുള്ളതാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം 100 വാർഡുകളിൽ സിദ്ധ വന്നിട്ട് ഈ എൻ്റെ ശിവരാം വാർഡിനുള്ളതാണ്. ശിവരാം വാർഡിൽ മാത്രമാണ്. അത് എത്ര നാൾ മുമ്പ് തുടങ്ങിയതാണ് ഇവിടെ? ഇത് ഏതാണ്ട് ഒരു എൻ്റെ പാരമ്പര്യം നോക്കണമെങ്കിൽ അത് ഇങ്ങനെ പോയാലും ഒരു 50 വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നാണ് എനിക്കറിയാം. സർക്കാരുമായി ചേർന്നിട്ടുള്ളതാണല്ലോ. നഗരസഭയുടെ കീഴിലാണ്. നഗരസഭയാണ് അതിൻ്റെ എല്ലാ മെയിൻ്റനൻസും കാര്യം. സിദ്ധ ആദ്യം ഒരു ചെറിയ ഹോസ്പിറ്റലായിരുന്നു. ഇന്ന് വന്നിട്ട് സിദ്ധയിൽ കിടത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മളെ ശിവരാം വാർഡിൻ്റെ തൊട്ടടുത്തുള്ള വലിയുറയിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കടലിൽ തിരമാലകളുടെ അടിയേറ്റ് ഈ വരുന്ന ചതവുകൾക്കൊക്കെ ഏറ്റവും വലിയൊരു പരിഹാരം കാണുന്ന സ്ഥലമാണ് സിദ്ധ. അവർ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന പേഷ്യൻസും അവർ തന്നെയാണ്. ശരി. അത് പബ്ലിക്കിനൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അത് എന്ത് തരം ചികിത്സയാണെന്ന്. കാരണം സിദ്ധയെക്കുറിച്ച് നമ്മുടെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ യുവതലമുറയ്ക്ക് അതിനെ കുറിച്ച് വലിയ പിടുത്തമില്ല. അവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയാൻ പറ്റും? അവര് ശരിക്കും പറഞ്ഞ സിദ്ധയിൽ വന്നിട്ട് ഇത് ഈ സിദ്ധയെ സംബന്ധിച്ച ഒരു കംപ്ലീറ്റ് ആയുർവേദത്തിനെ പോലെ വേറൊരു ഇതാണ്. സിദ്ധ വാറ്റി എടുക്കുന്ന ആയുർവേദങ്ങൾ അതെന്ന് വെച്ചാൽ ഈ ഒടിവിനും ചതവിനെല്ലാം തടവി കിടത്തി ട്രീറ്റ്മെന്റ് ഏതാണ്ട് ആയുർവേദത്തിന്റെ അതേപടി നിൽക്കുന്നതാണ്. അതിൽ ചെറിയ വ്യത്യാസം മാത്രമേ സിദ്ധയ്ക്കുള്ളൂ. സിദ്ധ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ അവസാനം സിദ്ധയിൽ നിന്ന് മാറുന്ന രോഗങ്ങളൊന്നും തിരിച്ചു വരില്ല എന്നാണ് അതിന്റെ ഐതിഹ്യം പറയണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടേഴ്സ് നമ്മള് ഗവൺമെന്റ് ഡോക്ടേഴ്സ് ആണോ? അതെ, സിദ്ധയിലെല്ലാം ഗവൺമെന്റ് ഡോക്ടേഴ്സാണ്. ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അവരെ എടുക്കുന്നത്. ഇപ്പൊ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മാഡം ഡോക്ടർ വന്നിട്ട് സ്മിത, അവരിപ്പോൾ ട്രാൻസ്ഫർ ആയി പോവുകയാണ്. പുതിയ ഒരാൾ വരുന്നത്. കാരണം ഗവൺമെന്റാണ് അതിന്റെ കൈകാര്യം ചെയ്യുന്നത്. മൊത്തം സിദ്ധയിൽ വന്നിട്ട് ഏതാണ്ട് ഒരു 25ഓളം ജീവനക്കാരുണ്ട്. അതുപോലെ പിന്നെ ഈ ഇംഗ്ലീഷ് മരുന്നിനുള്ള ഇങ്ങനെയുണ്ട് മറ്റ് നമ്മുടെ സാധാരണ അവിടെ ഈ സിദ്ധയിൽ ഇംഗ്ലീഷ് മരുന്നില്ല. മറ്റേ പുതിയ ഇപ്പൊ ഹോമിയോ പറഞ്ഞു. ഹോമിയാണ് നമുക്ക് ഹോമിയോയും സിദ്ധയും മാത്രമേ നമുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു അടുത്ത വാർഡായ മുട്ടത്തറയിൽ നഗരസഭ ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അതെന്റെ അവിടെ നിന്ന് ഒരു 50-100 മീറ്ററിന്റെ അടുത്തേ. എന്താണ് ഈ ക്ലിനിക്കിന് ചെറുതാണോ വലുതാണോ? ഒരു എന്നുവെച്ചാൽ കാലത്ത് ജോലിക്ക് പോകുന്നവർ കാലത്ത് 7 മണിക്ക് അവിടെ തുടങ്ങും. അവിടെ തുടങ്ങുമ്പോൾ അവിടെ വന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെറിയ എന്ന് വെച്ചാൽ അവർക്ക് വെളിയിൽ പോയി ലാബുകളിൽ പോകാതെ അവിടെ പോയി വളരെ സൗജന്യമായിട്ട് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റിങ്, BP നോക്കൽ, ചെറിയ മരുന്നുകളൊക്കെ അവിടെ ഇപ്പം ലഭ്യമാണ്. അത് നഗരസഭയുടെ കീഴിലുള്ളതാണ്. അപ്പൊ ആരോഗ്യ മേഖലയിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പം തന്നെ ശിവരാഹം വാർഡും ഒപ്പം പ്രവർത്തിക്കും. തീർച്ചയായിട്ടും ആർക്കും അവിടെ ഒരു അസുഖമില്ലാതെ പോട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹം. അതെ. സമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ, സംസാരിച്ചോളൂ. ചേട്ടാ, ഞാന് ശിവരാം വാർഡ് കൗൺസിലർ ഹരികുമാറാണ്. എന്റെ വികസന കാര്യങ്ങളും എന്റെ ഇനി ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ചേട്ടന്റെ ഐഡിയയിലുള്ളത് പറയാം. എല്ലാം പറയാം ചേട്ടാ, എല്ലാം പറയാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഹരികുമാർ കുറച്ച് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ കൗൺസിലറായിട്ട് വരണം എന്നായിരുന്നു ഇപ്പോഴുള്ള എന്റെയുള്ള ആഗ്രഹം. പിന്നെ അത് കൗൺസിലറായിട്ട് വന്ന ശേഷം ഞാൻ അവരോട് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഈ പ്രസിഡന്റ് ആയിരുന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടും ആ സമയാസമയങ്ങളിലും കൂടെ നിന്ന് എല്ലാം ചെയ്തു തരേണ്ട ഒരു മനോഭാവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഹൈമാസിനായിട്ട് ഒരു റിസപ്ഷൻ നമ്മൾ കൊടുത്തിരുന്നു. അതിന്റെ പുറക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയെങ്കിലും പുള്ളി കൗൺസിലറായിട്ട് വന്ന ശേഷം പുള്ളിയും അതിന്റെ പുറക്കെ നടന്ന് നമുക്ക് അത് ഉദ്ഘാടനത്തിന്റെ ഒരു സെറ്റപ്പ് ഒരാക്കി വെച്ചൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോഡുകളിൽ നമ്മുടെ താവൂർ മഴ പെയ്താൽ മുട്ടളവ് വരെ വെള്ളം ഉണ്ടായിരുന്നു. പകുതി വരെ ശരിയാക്കി തന്നിട്ടുണ്ട്. ഇനി പകുതിയിൽ കൂടെയുള്ള ഒരു ആവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കാലതാമസമില്ലാതെ കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്.
ചേട്ടാ അത് പരിഗണനയിലാണ്. അത് നമ്മുടെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഓടയും ആ കലങ്ങും ഇതും നമ്മുടെ കോർപ്പറേഷന്റെ പരിഗണനയിലാണ്. ബഹുമാനപ്പെട്ട മേയറും ഡെപ്യൂട്ടി മേയറും നമ്മുടെ എഞ്ചിനീയർമാരെല്ലാം അതിന്റെ പിന്നിലാണ്. അത് ഉടനെ തന്നെ അത് നടക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ലൈബ്രറിയുടെ കേസും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും പരിഗണനയിലാണെന്ന് തോന്നുന്നു. അതും ഇതുവരെയായിട്ടും ശരിയായിട്ടില്ല. ലൈബ്രറിയുടെ ഫീസ് ആയി കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ അത് 2-3 ദിവസത്തിൽ തന്നെ അത് ക്ലിയർ ആക്കി തരുന്നുണ്ട്. അത് തന്നെ ചേട്ടാ, പുതിയ ലൈറ്റ് വയ്ക്കുന്നത് നമുക്കത് ഒരാഴ്ചത്തെ താമസമുണ്ട്. അവിടെ കത്താതെ കിടന്ന എല്ലാ ലൈറ്റും ഞാൻ കത്തിച്ചിട്ടുണ്ട്, ഫുള്ളാ കത്തിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും താങ്കൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. പുതിയ എന്തെങ്കിലും വികസനം നമ്മുടെ വാർഡിന് വേണ്ടിയുള്ള വികസനത്തിന് വേണ്ടി എന്തെങ്കിലും പറയാനോ അത് നമുക്ക് നടപ്പിലാക്കാനോ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചേട്ടൻ ഒന്നും കൂടെ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ പണക്കാട് നിന്ന് നമ്മുടെ ഹൈവേയിലോട്ട് ചെന്ന് ചേരുന്ന റോഡ് അത് പിടിക്കുന്നത് നഗറിലാണെങ്കിൽ തന്നെയും കൗൺസിലറുടെ കൂടെ ഇടപെട്ട് അതിനൊന്ന് ക്ലിയർ ആക്കി തരണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് തന്നെ ചേട്ടാ, ഇപ്പം പറഞ്ഞ റോഡിന്റെ പണി അവിടെ വരെയാണ്. നമ്മളെ ഏതാണ്ട് 100% അതുവരെ കൊണ്ടുവന്ന് റോഡ് ടാർ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് GK ഗാർഡൻസ് മുതൽ നമ്മളെ കുറ്റിക്കാട് ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ പണി ഉടനെ തന്നെ ആരംഭിക്കും. അത് വന്നിട്ട് ടാർ ഇളക്കി ചെയ്യണോണ്ടാണ് അവർ കുറച്ച് ലേറ്റ് ആക്കുന്നത്. ടാർ ഇളക്കി കാര്യം ഇപ്പൊ അത് വലിയ ഉറങ്ങൊക്കെ ചെയ്ത കണ്ടല്ലോ, അതേപോലത്തെ ഇതാണ് ഞാൻ. അതെ അത് തന്നെയാണ്. നമുക്ക് പിന്നെ ഇതുവരെ നമ്മള് താമരൂരിനെ സംബന്ധിച്ചും പിന്നെ വെള്ളത്തിന് ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട്. നേരത്തെ പിന്നെ ജപ്പാൻകുടിയുള്ള പദ്ധതി തുടങ്ങിയ ശേഷം നല്ല ഫോഴ്സ് ഒക്കെ ആയിരുന്നു. ഇപ്പോഴും വളരെ ഷോർട്ടേജ് ആയിട്ടാണ് കിട്ടുന്ന വെള്ളം. പമ്പ് ചെയ്ത് ജനസംഖ്യ വർദ്ധിച്ചില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് കയറുമായിരുന്നു. അതെ ചേട്ടാ, ഇപ്പൊ അവിടെ സംഭവിച്ചത് എന്തെന്നറിയാമോ? നമുക്കിപ്പോ ഒരുപാട് വീടുകളും കാര്യങ്ങളും വന്നോണ്ട് നമ്മൾ കൊടുത്ത പൈപ്പിന്റെ വ്യാസം കുറച്ചും കൂടെ കൂട്ടണമെന്നാണ് നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അതിന്റെ നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അത് വന്നിട്ട് ഒരു കോർപ്പറേഷന്റെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് അത് ചെയ്യാമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. ഇവിടെയും GS ലൈനിലും ഉടനെ തന്നെ ഈ വർക്കുകൾ നടക്കും. നമ്മൾ ഹാപ്പി നഴ്സറി സ്കൂളിന്റെ അവിടുത്തെ വർക്ക് നമ്മളിപ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വെള്ളക്കെട്ടിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് 21ഓളം ഓടകൾ നമ്മൾ നഗരസഭയുടെ മഴക്കാല ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് നമ്മളെടുത്ത് ചെലവാക്കിയിട്ടുണ്ട്. അതിൻ്റെ മഴ വന്നപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് വെള്ളക്കെട്ട് വളരെ പരിഹാരം കണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതും മാത്രമല്ല, മുക്കോലക്കൽ ദേവീക്ഷേത്രം മുതൽ നമ്മളെ GK ഗാർഡൻസിലെ കോരിയോടെ നമ്മളവിടുത്തെ 90% വെള്ളക്കെട്ടിനൊരു പരിഹാരമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, വിളിച്ചതിന് താങ്ക്സ് ചേട്ടാ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അതുപോലെ ഈ നമ്മുടെ വയോജനങ്ങൾക്ക് നിങ്ങൾ ഈ കട്ടിലോ കാര്യങ്ങൾ എത്രത്തോളം കൊടുത്തിട്ടുണ്ട്? എൻ്റെ വാർഡിൽ നേരത്തെ മുൻകാലങ്ങളിൽ എൻ്റെ ഇരുന്ന് അദ്ദേഹം കൊടുത്തതിന് തുടർന്ന് ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഒരു 25ഓളം കട്ടിൽ അവിടെ ഇരുന്ന കാര്യം അദ്ദേഹത്തിന് എൻ്റെ എഴുതി കൊടുത്തതാണെങ്കിലും അദ്ദേഹത്തിന് മരണശേഷം ഞാനാണ് ഇപ്പം വന്ന് ഞാൻ ആദ്യമായി അവിടുത്തെ വയോജനങ്ങളെ ലിസ്റ്റിലുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് 25ഓളം കട്ടിൽ എനിക്ക് അവിടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ മുൻപ് ചെയ്ത കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി താങ്കൾ ചെയ്തതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായ പ്രോജക്റ്റുകൾ അറിഞ്ഞാൽ ഞങ്ങളുടെ ശ്രീവരാംഗക്കാർക്കൊരു സമാധാനം വരും, ഒപ്പം പൊതുജനങ്ങൾക്ക് പറയും. ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ഇതിൽ താവലോട് നിന്ന് ഓട അത് വന്നത് നമ്മുടെ കളത്തുറമ്പ് ജംഗ്ഷനിൽ വന്നിട്ട് ഒരു കലങ്ങിൻ്റെ പ്രോജക്റ്റ് അത് ഓക്കെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് വരാഹനഗറിൽ നിന്ന് പോകുന്നിടത്ത് ശ്രീനഗർ ആനപ്പാത അവിടെയൊക്കെ ചെറിയ ഓടകൾ അതൊന്ന് വികസിപ്പിച്ച് വലിയ ഓടയാക്കി കുറേ കൂടെ വെള്ളക്കെട്ടൊന്നും എല്ലാം ഒഴിവാക്കാൻ വേണ്ടി പൂർണ്ണമായിട്ട് വെള്ളക്കെട്ടിൽ നിന്നൊരു മോചനം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ട് ചേപ്പിൽ റോഡിൻ്റെ ഒരു പണിയുണ്ട്. അത് വന്നിട്ട് നമ്മളിപ്പോൾ MLA ഫണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതിൻ്റെയും കൊട്ടേഷൻ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മാർക്കറ്റ് ജംഗ്ഷൻ്റെ അവിടുത്തെ റോഡ് കിളിക്കോട് അവിടെയുള്ള പുതിയ പ്രോജക്റ്റ് എല്ലാം എസ്റ്റിമേറ്റ് എടുത്തു, ടെൻഡർ ആയിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ ഈ അടുത്ത മാസം തന്നെ ആരംഭിക്കും എന്നാണ്. ഉടനെ ആരംഭിക്കും. അപ്പോൾ അവിടെ മൊത്തം എത്ര റെസിഡൻഷ്യൽ അസോസിയേഷൻ ഉണ്ട്? 29 റെസിഡൻസ് അസോസിയേഷൻ. ഏറ്റവും കൂടുതലാണ്. എല്ലാം സ്ട്രോങ് ആണ്. അപ്പോൾ എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അവരുമായി എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഞങ്ങളെല്ലാം
റെസിഡൻസും എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയിലാണ് ഒരു വർക്ക് ചെയ്തത്. ഒരു പ്രദേശത്ത് ഒരു വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു കൂട്ടായ്മ വിളിക്കും. കാര്യം ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ പ്രവർത്തകരും അവിടുത്തെ റെസിഡൻസും അവിടുത്തെ നാട്ടുകാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വർക്ക് നമ്മൾ നോക്കി. അത് നാളെ ഒരു പഴിയായി മാറാതിരിക്കാൻ വളരെ എന്നുവെച്ചാൽ നമ്മൾ വളരെ ആർക്കും നാളെ ഒരു തെറ്റ് പറയാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ. അപ്പോൾ എല്ലാവരെയും അതിനകത്ത് ഉൾക്കൊള്ളിക്കുക, എല്ലാവരെയും ഇന്നാരെന്നല്ല എല്ലാവരെയും അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിൽ രാഷ്ട്രീയം നോക്കാറില്ല, ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല. എല്ലാം ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളുടെ അവിടുത്തെ നേതാക്കന്മാരും അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരെയും വിളിച്ചു കൂട്ടി ഈ പണി ഇന്ന് ആരംഭിക്കുകയാണ്, ഇതെങ്ങനെ ചെയ്യണം, അത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരത് പറയും, ഇവിടെ ഒന്ന് ശകലം പൊക്കിത്തരണം, അത് ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് നഗരസഭയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മേയറും നമ്മുടെ ഡെപ്യൂട്ടി മേയറും ഞങ്ങളുടെ വാർഡിൻ്റെ നേതാക്കന്മാരെല്ലാം പറഞ്ഞതാണ്. നമ്മൾ ജനങ്ങൾ പറയുന്നത് ചെയ്തു കൊടുക്കുക, അതിനാണ് നമ്മളെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളിവിടെ. അല്ലാതെ നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനല്ല, ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് ജനപ്രതിനിധി എന്നാണ് വിശ്വസിക്കുന്നത്. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ. ചുങ്കത് ഗോൾഡ്, precious like me. Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. Fashion for all at my own Parthas. 60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംബാഗ് ഗ്രൂപ്പ്. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം. മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടിംബാഗ് ഗ്രൂപ്പ്. ടിംബാഗ് ഗ്രൂപ്പ്, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ. റിയൽ ഓണത്തിൽ വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. Pitapilli Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting, a testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank, together we can. ഹലോ. ഹലോ. ഓ, ഹരികുമാർ സാറോട് സംസാരിച്ചോളൂ.
ബിനുമിത്രൻ, നമ്മുടെ വാർഡിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. നമ്മുടെ വാർഡിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? വാർഡിപ്പോ നല്ല രീതിയിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടല്ലോ. കൃത്യമായിട്ട് കാരണം കഴിഞ്ഞ നമ്മുടെ കൗൺസിലർ തുടങ്ങി വെച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ, ശ്രീജികുമാർ തുടങ്ങി വെച്ചുള്ള വികസന പ്രവർത്തനങ്ങള് അതേ രീതിയിൽ തന്നെ അതിനേക്കാൾ കാരണം ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അസുഖം ബാധിതനായതിനു ശേഷമുള്ള കുറച്ച് ഒരു ഇതാക്കി കഴിഞ്ഞാൽ ഇപ്പോ ഉള്ള നിലവിലുള്ള കൗൺസിലർ ശ്രീജികുമാർ കൃത്യതയോടുകൂടി കാര്യങ്ങൾ നോക്കി എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും വാർഡിന്റെ പുരോഗതിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കൗൺസിലർ രാവിലെ 6 മണി വരെ ലൈവായിട്ട് നിൽക്കുകയാണ് വാർഡിലുടനീളം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം ചിലപ്പോ 10 മണി. കാരണം നമുക്കിത് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. അത് ഇനിയിപ്പോ നല്ല രീതിയിലാണ്. അതെ ബിനു, ഇനി നമ്മുടെ വാർഡിൽ എന്തെങ്കിലും പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ, താങ്കളുടെ ഐഡിയയിൽ ഉണ്ടോ എന്നാണ് ചോദ്യം. അല്ല, പുതിയ പദ്ധതികൾ എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് കാരണം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കൗൺസിലറും ഇപ്പൊ നിലവിലുള്ള ഹരികുമാറും എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാളിന് വേണ്ടിയിട്ട് നമ്മള് കഴിഞ്ഞ 2 മാസത്തിന് മുന്നേ, അതായത് ഇലക്ഷൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ നമ്മള് തറക്കല്ലിട്ടു. അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ബാക്കിയപ്പോ നമ്മുടെ ഒരു ഹോമിയോ ഹോസ്പിറ്റല് നല്ല ആധുനികമായിട്ടുള്ള രീതിയിൽ തന്നെ ഇപ്പൊ അത് പ്രവർത്തിക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു പോവുകയാണ്. കാരണം ഇനിയിപ്പം കാലങ്ങൾ ചെല്ലുന്തോറുമാണല്ലോ ഓരോരോ പുതിയ കാഴ്ചപ്പാടുകൾ വരുന്നത്. അതിനനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. കൗൺസിലർ എന്ന നിലയ്ക്ക് ആ ഒരു വിശ്വാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാട് കാരണം അവിടെ ഇല്ലാത്തൊന്നുമില്ല വരുന്നത്. ആ രീതിയിലേക്കാണ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് ആ രീതിയിൽ തന്നെ നടന്നു പോകുന്നതാണ് ഒരു നാട്ടുകാരെന്ന നിലയ്ക്ക് എന്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, താങ്ക് യു വിനു. അപ്പോ ശ്രീമാൻ ഹരികുമാർ, താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനി എന്താണ് താങ്കൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വിഷയം കൂടെ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നമുക്കത് ഇവിടെ നിർത്താം. നമ്മുടെ ശിവറാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചേപ്പിൾ റോഡിന്റെ പണി നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യുടെ ഒരു ഫണ്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അത് ഉടനെ തന്നെ നടക്കും. പിന്നെ അദ്ദേഹം നമുക്ക് ശിവറാം വാർഡിന് ഒരു 5 ഹൈമാസ് ലൈറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ലൈറ്റിന്റെ ഉദ്ഘാടനം ഉടനെ തന്നെ നമ്മുടെ കാവലോട് തുറയിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. അതവിടെ ഉടൻ തന്നെ അതിന്റെ ഉദ്ഘാടനം നടക്കും. പിന്നെ നമ്മുടെ റോഡിന്റെ ഒരു വികസനത്തിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. അത് ഭാവിയിൽ ആ വികസനം കൂടെ വന്ന് നമ്മുടെ റോഡും കൂടെ കുറെ കൂടെ വികസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗതാഗത കുരുക്കുന്ന ഒരു പരിധിവരെ നമുക്കൊരു മോചനം ഉണ്ടാകും. അതും മാത്രമല്ല, നമുക്കവിടെ ഒരു ആധുനിക രീതിയിൽ നമ്മുടെ മേഖലയിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കമ്പ്യൂട്ടർ സെന്റർ നഗരസഭയിൽ നിന്നും നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അതും എനിക്കൊരു അഭിമാനത്തോടു കൂടി ഈ കാലാവധി തീർത്തു പോകാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. അപ്പോ ഞങ്ങൾക്ക് ഇത്രയും സമയം ഈ ശ്രീവരാഹം വാർഡിനെ കുറിച്ച് താങ്കളുടെ 4 മാസം ഇടയിലുള്ള ഒരുപാട് വികസനങ്ങൾ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചു. അതുപോലെ തന്നെ അത്യാവശ്യം നാട്ടുകാരുടെ ഫോണും നമുക്ക് ഉണ്ടായിരുന്നു. എന്നാലും ഈ 4 മാസക്കാലം അദ്ദേഹത്തിന് ഈ വാർഡിനോട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഇത് തുടർന്നും അദ്ദേഹത്തിന് ജനപ്രതിനിധിയായി തുടർന്നും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് ആരോഗ്യം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ട് എനിക്ക് ഒരു TV ചാനലിന്റെ മുൻപിൽ ഇന്റർവ്യൂക്ക് തന്ന കേരള വിഷന്റെ പ്രവർത്തകർക്കും ശിവറാം വാർഡിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും 1000 നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreations@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.